പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്ന് ഭാരതം. പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാനിലും തൽക്കാലം പ്രവേശിക്കില്ല. നിയന്ത്രണം ലംഘിക്കുന്നവർക്ക് നേരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. എന്തായാലും ഇതിനെ സംബന്ധിച്ച ഷിപ്പിംഗ് തുറമുഖ മന്ത്രാലയമാണ് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. പാകിസ്ഥാൻ്റെ ഒരു കപ്പലും ഭാരതത്തിൻ്റെ തുറമുഖങ്ങളിൽ ഇനി അതിന് നങ്കൂരമിടാൻ കഴിയില്ല. തുറമുഖങ്ങളിലെല്ലാം പാകിസ്ഥാൻ കപ്പലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും തൽക്കാലം ഭാരതത്തിൻ്റെ കപ്പലുകൾ പാകിസ്ഥാനിലും പ്രവേശിക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. ഈ നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ നിയന്ത്രണം ലംഘിച്ച് ഭാരതത്തിൻ്റെ തുറമുഖങ്ങളിലേക്ക് എത്തിയാൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനെതിരായ ഭാരത നടപടി കടുപ്പിക്കുന്നത്. ആദ്യമേ തന്നെ പാകിസ്ഥാൻ്റെ യൂട്യൂബ് ചാനലുകൾക്ക്, അവിടുത്തെ ഔദ്യോഗിക യൂട്യൂബ് ചാനലുകൾക്ക് പോലും ഭാരതത്തിൽ നിരോധനം ഏർപ്പെടുത്തി. അതുമാത്രമല്ല, UN സുരക്ഷാ സമിതിയിൽ വരെ ഈ പ്രശ്നം ഉന്നയിക്കാൻ, പ്രത്യേകിച്ചും പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഒക്കെ UN സുരക്ഷാ സമിതിക്ക് മുമ്പിൽ വരെ ഭാരതം ഉയർത്തുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ തുടർച്ചയായി ഭാരതത്തിൻ്റെ അതിർത്തിയിൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് തുടർച്ചയായി 9ാം ദിവസവും അവർ അതിർത്തി പ്രദേശങ്ങളിൽ വെടിവെപ്പ് തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകിയത് പാകിസ്ഥാനാണ് എന്നുള്ള നിരവധി തെളിവുകൾ ഭാരതത്തിന് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ശക്തമായി തന്നെ പാകിസ്ഥാനെ ശക്തമായി ചെറുക്കാനും അവരുടെ നീക്കങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകാൻ തന്നെയാണ് ഭാരതത്തിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാക് കപ്പലുകൾക്ക് ഭാരതത്തിൻ്റെ തുറമുഖങ്ങളിൽ, പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ സമുദ്ര അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ കപ്പലുകൾ പ്രവേശിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം, തന്ത്രപ്രധാനമായ തീരുമാനം ഭാരതത്തിൻ്റെ ഷിപ്പിംഗ് തുറമുഖ മന്ത്രാലയം കൈക്കൊണ്ടിട്ടുള്ളത്. അത് സൈനിക നീക്കങ്ങളുടെ ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുമായി പ്രതിരോധ മന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, സൈനിക മേധാവികൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഏറ്റവും അവസാനത്തെ ഈ നടപടി, ഈ നീക്കം, ഈ തീരുമാനം ഇപ്പോൾ പുറത്തു വരുന്നത്. ഭാരതത്തിൻ്റെ കപ്പലുകളും തൽക്കാലം പാകിസ്ഥാൻ്റെ സമുദ്ര അതിർത്തിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ള തീരുമാനവും ഭാരതം കൈക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷിപ്പിംഗ് തുറമുഖ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, എന്തായാലും പാകിസ്ഥാൻ്റെ കപ്പലുകൾ തൽക്കാലം ഭാരതത്തിലേക്ക് വരേണ്ടതില്ല എന്ന് ശക്തമായി ഭാരതം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, വ്യോമാതിർത്തി അടച്ചതിന് പിറകെയാണ് ഇത്തരത്തിൽ സമുദ്ര അതിർത്തിയിലും പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയിലേക്ക് ഭാരതം തിരിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമുദ്ര അതിർത്തിയിൽ നാവികസേന യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുകയും നാവികസേനയുടെ പരിശീലനവും ഒപ്പം നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു. തുടർന്നാണിപ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം, തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം വിശദമായ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അതായത് ദേശീയ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് 1958 മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരമാണ് പാകിസ്ഥാൻ അതിർത്തി പൂർണ്ണമായും ഭാരതം അടച്ചിട്ടുള്ളത്. ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പാകിസ്ഥാൻ പതാക വഹിക്കുന്ന ഒരു കപ്പലും ഇന്ത്യയിലെ ഒരു തുറമുഖത്തിലും പ്രവേശനം ഉണ്ടാകരുത്. പൂർണ്ണമായിട്ടുള്ള വിലക്കാണ് പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് ഇപ്പോൾ ഭാരതം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പാകിസ്ഥാന്റെ ഒരു കപ്പലുകൾക്കും ഭാരതത്തിന്റെ തുറമുഖങ്ങളിൽ ഇനി എത്താൻ സാധിക്കില്ല. അതിന് പൂർണ്ണമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇന്ത്യൻ കപ്പലുകൾ, ഇന്ത്യൻ പതാക വഹിക്കുന്ന ഇന്ത്യയുടെ കപ്പലുകൾ സമുദ്രാതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോകരുത് എന്നും ആ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ ഉത്തരവ് അടിയന്തരമായി പ്രാബല്യത്തിൽ വരും. ദേശീയ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പും ഇതേ ഉത്തരവിൽ തന്നെ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് കര, വ്യോമ, നാവിക അതിർത്തിയിൽ അതിശക്തമായിട്ടുള്ള കടുത്ത നടപടികളാണ് പാകിസ്ഥാനെതിരെ ഭാരതം സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ്
വ്യോമ അതിർത്തി അടച്ചുകൊണ്ട് പാകിസ്ഥാനുമായുള്ള വ്യോമ ഗതാഗതം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വഴിയുള്ള വ്യോമ ഗതാഗതം പൂർണ്ണമായും അടയ്ക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിന് തൊട്ടു പിറകെയാണ് ഇപ്പോൾ സമുദ്ര അതിർത്തിയിലും പാകിസ്ഥാൻ കപ്പലുകൾക്ക് പൂർണ്ണമായിട്ടുള്ള വിലക്ക് ഭാരതം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്കും ഭാരതം പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തിലേക്കുള്ള ഇറക്കുമതി, ഒപ്പം ഇന്ത്യ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാൻ ചരക്ക് നീക്കം നടത്തുന്നുണ്ടായിരുന്നു. അതിനും പൂർണ്ണമായിട്ടുള്ള വിലക്ക്, അതായത് പൂർണ്ണമായിട്ടുള്ളൊരു പാകിസ്ഥാനുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും പെഹൽഗാം ഭീകരാക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കര, വ്യോമ, ഒപ്പം സമുദ്ര അതിർത്തികളിൽ കർശനമായിട്ടുള്ള കടുത്ത നടപടികളിലേക്ക് ഭാരതം തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം ഇറക്കിയിട്ടുള്ള ഉത്തരവിലാണ് സമുദ്ര അതിർത്തിയിൽ പാകിസ്ഥാന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. ഭാരതത്തിന്റെ നാവികസേനയുടെ അത്യാധുനിക യുദ്ധ കപ്പലുകളും കോസ്റ്റ് ഗാർഡിന്റെ കർശനമായിട്ടുള്ള നിരീക്ഷണവും ഒപ്പം സൈന്യത്തിന്റെ പരിശീലനവും സമുദ്രാതിർത്തിയിൽ പുരോഗമിക്കുന്നുണ്ട്. വിനോദ്.